കുറച്ച് ദിവസം മുമ്പേ ഞാനൊരു എംബ്രോയ്ഡറി മെഷീൻ അൺബോക്സിങ് വീഡിയോ കാണിച്ചിരുന്നില്ലേ? ആ മെഷീനിൽ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്തെടുത്തിട്ട് മെഷീനിൽ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് അത് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാം. ഇത് ഞാനൊരു സാമ്പിൾ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അതാ ഒരു 4 ബട്ടർഫ്ലൈയുടെ ഡിസൈൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ഏത് ഭാഗത്താണോ ചെയ്യുന്നത് അതിൽ കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ എത്ര സമയം ഈ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. എത്ര കളർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം. ഓരോ ബട്ടർഫ്ലൈയും ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ നീങ്ങിക്കോളും. എന്നിട്ട് അവിടെ ബാക്കിയുള്ളതും കൂടി എംബ്രോയ്ഡറി ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ത്രെഡ് കളർ ചേഞ്ച് ചെയ്യാനും എല്ലാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു എംബ്രോയ്ഡറി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ് ഇത്. മെമ്മറി ക്രാഫ്റ്റ് 450E എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ജാനോമിൻ്റെ ആണിത്. നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറിയുടെ പൊസിഷൻ, പിന്നെ അതിൻ്റെ സ്പീഡ്, ഏതൊക്കെ കളർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഏത് ഹൂപ്പാണ് യൂസ് ചെയ്യുന്നത് ഒക്കെ നമുക്കിതിൽ കാണിക്കും. ഓരോ ഡിസൈനും ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുള്ളതും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡിസൈൻസ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് തനിയെ ഓഫായിക്കോളും. പിന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കും നമുക്ക് പ്രഷർ ഫുട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഒന്ന് ലോക്ക് ചെയ്തിടണം. അപ്പോൾ ലോക്ക് കീ ഇവിടെ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ലോക്കാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൂപ്പൊക്കെ അഴിച്ചെടുക്കാൻ പാടുള്ളൂ.